നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഗുരുവായൂരിലും തൃപ്രയാറിലും സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. കൊടകര കൃഷ്ണൻകോട്ട സംസ്ഥാന പാതയിലെ ആളൂർ റെയിൽവേ മേൽപ്പാലത്തിനു സമീപം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. റോഡിലെ അശാസ്ത്രീയമായ വളവുകളും വാഹനങ്ങളുടെ അമിത വേഗവുമാണ് അപകടങ്ങൾ സൃഷ്ടിക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിൽ തെരുവു നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 104ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായുള്ള സന്നദ്ധ പ്രവർത്തകർക്കുള്ള ത്രിദിന പരിശീലന പരിപാടി കല്ലൂർ നായരങ്ങാടിയിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ തിരുനാളും ലില്ലി എഴുന്നള്ളിപ്പും ഈ മാസം 20 മുതൽ 22 വരെ വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി മോനോടി റോഡിലുള്ള കലുങ്കുപാലങ്ങൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്നു. പാലങ്ങളുടെ ഇരുവശത്തുമായി നിർമ്മിച്ചിട്ടുള്ള കരിങ്കൽ കെട്ട് ഇടിഞ്ഞ് നാശോന്മുഖമായ അവസ്ഥയിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഗുരുവായൂരിലും തൃപ്രയാറിലും സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1.25 മണിക്കൂറോളം തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷമാണ് നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് മടങ്ങിയത്. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം ഹെലികോപ്റ്ററിലാണ് മോദി തൃപ്രയാറിലെത്തിയത്. രാവിലെ 10ഓടെയാണ് നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയത്. കേരളീയ വേഷത്തിലായിരുന്നു സന്ദർശനം. തുടർന്ന് ക്ഷേത്രത്തിലെത്തി പ്രധാന വഴിപാടായ മീനൂട്ടും മോദി നടത്തി. ക്ഷേത്രക്കുളത്തിലെത്തി അരിയും മലരും നൽകിയാണ് പ്രധാനമന്ത്രി മീനൂട്ട് വഴിപാട് നടത്തിയത്. ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുന്നതിനിടെ കാറിൽ നിന്നും വഴിയരികിൽ കാത്തുനിന്ന പ്രവർത്തകരെ മോദി അഭിവാദ്യം ചെയ്തു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പായി ദക്ഷിണേന്ത്യയിലെ പ്രധാന ശ്രീരാമക്ഷേത്രമായ തൃപ്രയാറിൽ ദർശനം നടത്തണമെന്ന് ക്ഷേത്രം തന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് ഗുരുവായൂർ സന്ദർശനത്തിന് ശേഷം മോദി തൃപ്രയാറിലെത്തിയത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ന് രാവിലെയാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രിയുമായുള്ള ഹെലികോപ്റ്റർ ഇറങ്ങിയത്. തുടർന്ന് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് ഗുരുവായൂരിലേക്ക് തിരിച്ചത്. 7:47 ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തിയ ശേഷം മുണ്ടും വേഷ്ടിയും ഷാളുമണിഞ്ഞ് രാവിലെ 8ഓടെ ഇലക്ട്രിക് വാഹനത്തിൽ ക്ഷേത്ര പരിസരത്തെത്തി. ക്ഷേത്രത്തിനകത്ത് 20 മിനിറ്റിലേറെ ദർശനം നടത്തി. തുടർന്ന് നറുനൈ നിവേദിച്ച് പ്രാർത്ഥന നടത്തി. വസ്ത്രം മാറിയ ശേഷം 8:45ഓടെ കിഴക്കേ നടയിലെ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തി. പുലർച്ചെ വിവാഹിതരായ വധുവരന്മാർക്ക് പ്രധാനമന്ത്രി അക്ഷതം കൈമാറി. പ്രധാനമന്ത്രിയെ കാത്ത് വേദിക്കരികിൽ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. താരങ്ങൾക്കരികിലെത്തി കുശലാന്വേഷണം നടത്തിയ ശേഷം വധുവരന്മാരായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിനും ശ്രേയസ് മോഹനും നരേന്ദ്രമോദി വരണമാല്യം എടുത്തു നൽകി. വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി ശ്രീവത്സത്തിലേക്ക് മടങ്ങി. തുടർന്ന് രാവിലെ 9:30ഓടെയാണ് തൃപ്രയാറിലേക്ക് തിരിച്ചത്. കൊടകര കൃഷ്ണൻകോട്ട സംസ്ഥാന പാതയിലെ ആളൂർ റെയിൽവേ മേൽപ്പാലത്തിനു സമീപം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. റോഡിലെ അശാസ്ത്രീയമായ വളവുകളും വാഹനങ്ങളുടെ അമിത വേഗവുമാണ് ഇവിടെ അപകടങ്ങൾ സൃഷ്ടിക്കുന്നത്. മണ്ണുത്തി അങ്കമാലി ദേശീയ പാതയെയും തീരദേശ ഹൈവേയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് കൊടകര കൃഷ്ണൻകോട്ട റോഡ്. പോട്ട 3 പീടിക സംസ്ഥാന പാതയെയും ഈ റോഡ് ബന്ധിപ്പിക്കുന്നുണ്ട്. മെക്കാടം ടാറിംഗ് നടത്തി റോഡ് വികസിപ്പിച്ച സമയത്ത് ആളൂർ മേൽപ്പാലത്തിന് സമീപത്തെ വളവുകൾ ഇല്ലാതാക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതാണ് ഈ റോഡിൽ അപകടങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. 5 മാസം മുമ്പ് ഇവിടെ KSRTC ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിനി മരിക്കുകയുണ്ടായി. ഇതേ സ്ഥലത്തു തന്നെയാണ് തിങ്കളാഴ്ച രാത്രി സിമന്റ് കയറ്റി വന്ന ട്രെയിലർ ലോറി നിയന്ത്രണം വിട്ട് സ്കൂട്ടറിന് മുകളിലേക്ക് മറിഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണ്യാന്ത്യമുണ്ടായത്. ആളൂർ റെയിൽ മേൽപ്പാലം കഴിഞ്ഞു വരുന്ന ഭാഗത്ത് നേരത്തെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനായി ഹമ്പ് സ്ഥാപിച്ചിരുന്നു.
ദേശീയപാതയിൽ ഹമ്പ് പാടില്ലെന്ന് പറഞ്ഞ് ഇത് നീക്കം ചെയ്ത ശേഷമാണ് തുടരെ അപകടങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. മേൽപ്പാലത്തിന് മുമ്പായുള്ള വളവുകളും അപകടത്തിന് കാരണമാകുന്നുണ്ട്. മേൽപ്പാലം കഴിഞ്ഞുള്ള 100 മീറ്റർ ദൂരത്തിൽ 3 വളവുകളാണ് ഇവിടെയുള്ളത്. ഹമ്പ് ഇല്ലാത്തതിനാൽ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ പലപ്പോഴും നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട്. ഈ ഭാഗത്ത് ഇനിയും മനുഷ്യജീവനുകൾ പൊലിയാതിരിക്കാനുള്ള അടിയന്തര നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡിലെ അപകടകരമായ വളവുകൾ ഇല്ലാതാക്കുകയും മേൽപ്പാലം ഇറങ്ങി വരുന്ന ഭാഗത്ത് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിൽ തെരുവുനായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു. രാപ്പാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം KK പ്രകാശൻ അധ്യക്ഷനായി. NM പുഷ്പാകരൻ, ദിനേശ് വെള്ളപ്പാടി, ഡോക്ടർ CI ജോഷി എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ വർഷവും തെരുവുനായ്ക്കൾക്ക് വാക്സിൻ നൽകിയിരുന്നു. വ്യാഴാഴ്ചയും വാക്സിനേഷൻ തുടരും. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 104ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. പരിപാടി മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ PP ടെസി, സീനിയർ അധ്യാപകരായ TF റോസിലി, NA ബീനാദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജനപ്രതിനിധികളായ TG അശോകൻ, റോസിലി തോമസ്, ഹേമലത നന്ദകുമാർ, പുഷ്പാകരൻ ഒറ്റാലി, സ്കൂൾ പ്രധാനാധ്യാപിക MB ഉഷ, PTA പ്രസിഡന്റ് CK സന്ദീപ് കുമാർ, MPTA പ്രസിഡന്റ് റീന റെക്സിൻ, SMC ചെയർമാൻ TR സുരേഷ് ബാബു, OSA ചെയർമാൻ KN ജയപ്രകാശ്, PTA വൈസ് പ്രസിഡന്റ് TG ശ്രീജിത്ത്, HSS സീനിയർ അധ്യാപിക KA കുഞ്ഞുമോൾ, സ്റ്റാഫ് സെക്രട്ടറി ബിജി സുരേന്ദ്രൻ, സീനിയർ അധ്യാപിക AK അമൃതപ്രിയ, HSS സ്റ്റാഫ് സെക്രട്ടറി VP ദേവസി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ അവതരിപ്പിച്ച കലാവിരുന്നും അരങ്ങേറി. 2014 ശേഷം നമ്മൾ മാറ്റിയെടുത്തത് ഒരു വലിയ യജ്ഞം, ഒരു മിഷൻ വഴിയാണ്. അതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ മിഷൻ വഴി നമ്മുടെ സ്കൂളിലെ കുട്ടികളൊക്കെ, നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത് സാധാരണക്കാർ പഠിക്കുന്ന സ്ഥലമാണ്. ഇവിടെ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള കുട്ടികളാണ്. അതിൽ കൂലിപ്പണിക്കാരുണ്ട്, കർഷകരുണ്ട്. മുപ്ലിയം സ്കൂളിന്റെ 104ാം വാർഷികവും അതുപോലെ തന്നെ അധ്യാപക രക്ഷാകർതൃയോഗവും യാത്രയയപ്പ് സമ്മേളനവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ ഒരുപാട് വിശദമായി തന്നെ ഓരോ കാര്യങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്കൂളിന്റെ വാർഷികം എന്ന് പറയുന്നത് നമുക്കൊരു ഉത്സവം തന്നെയാണ്. നമ്മളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, 3 പ്രിൻസിപ്പൾ, LP വിഭാഗം ഒരു അധ്യാപിക, UP വിഭാഗം ഒരു അധ്യാപിക, അങ്ങനെ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മളുടെ അധ്യാപകരുടെ യാത്രയയപ്പ് എന്നുള്ളത് ഈ വാർഷികാഘോഷം നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ടെങ്കിലും സമ്മിശ്ര വികാരമാണ് നമ്മുടെ മനസ്സിലുള്ളത്. കാരണം ഇന്ന് ഇത്രയും നാളെ നമ്മുടെ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായുള്ള സന്നദ്ധ പ്രവർത്തകർക്കുള്ള ത്രിദിന പരിശീലന പരിപാടി കല്ലൂർ നായരങ്ങാടിയിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ അനുപമ വിജയൻ, ജനപ്രതിനിധികളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പരോക്കാരൻ, മേരിക്കുട്ടി വർഗീസ്, ഹനിത ഷാജു, ഷീബ നികേഷ്, മായ രാമചന്ദ്രൻ, PR കപിൽ രാജ്, മോഹനൻ തൊഴുക്കാട്ട്, ഗിഫ്റ്റി ഡെയ്സൺ, സലീഷ് ചെമ്പാറ, KK സലീഷ്, ലിൻഡോ തോമസ്, മേഴ്സിസ് കറിയ, സൈമൺ നമ്പാടൻ, അജീഷ് മുരിയാടൻ, അനു പനങ്കൂടൻ, ജിഷ ഡേവിസ് എന്നിവർ സന്നിഹിതരായിരുന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിന്റെ ലില്ലി എഴുന്നള്ളിപ്പും ഈ മാസം 20 മുതൽ 22 വരെ വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20 രാവിലെ 6:30 ഹൃദയ പാലിയേറ്റീവ് ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്തിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, പ്രസുതേന്തി വാഴ്ച, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ, കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പ്, ലില്ലി എഴുന്നള്ളിപ്പ്, രാത്രി 10:30 14 മുതൽ 23 വരെയുള്ള യൂണിറ്റുകളിലെ അമ്പു പ്രദക്ഷിണങ്ങളും 11 1 മുതൽ 13 വരെയുള്ള യൂണിറ്റുകളുടെ അമ്പു പ്രദക്ഷിണങ്ങളും പള്ളിയിലെത്തി സമാപിക്കും. 21 രാവിലെ 10:30 നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിംബൻ കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും.
ഫാദർ ജോജു മുള്ളൂർ സഹകാർമ്മികനാകും. KCBC ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോജു കോക്കാട്ട് സന്ദേശം നൽകും. ഉച്ചകഴിഞ്ഞ് 4-ന് ഇടവക വൈദികരുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ടൗൺ അമ്പ് ആഘോഷിക്കുന്ന 22-ന് രാവിലെ 8:30-ന് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് അമ്പ്, ലില്ലി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. വൈകിട്ട് 6:30-ന് പ്രദക്ഷിണം, രാത്രി 11-ന് ടൗൺ അമ്പ് സമാപനം എന്നിവയാണ് ചടങ്ങുകൾ. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ, ജനറൽ കൺവീനർ ജോയി മാളിയേക്കൽ, കൈക്കാരന്മാരായ ജോയി വടക്കേത്തല, സ്റ്റാലിൻ കുറ്റിയിൽ, PRO ജോയ്സ് തെക്കുംതല എന്നിവർ പങ്കെടുത്തു. ആഘോഷങ്ങളിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് അമ്പ് തിരുനാൾ. ജാതിമത ഭേദമന്യേ എല്ലാവരും അത് വലിയൊരു ഉത്സവമായിട്ട് ആചരിക്കുന്നു. പ്രധാനമായിട്ടും 3 ദിവസമാണ് തിരുനാൾ നമ്മൾ നടത്തുക. സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് സലൂൺ ചെയിൻ ടുലിപ്സ് കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ടുലിപ്സ് ലേഡീസ് ആൻഡ് ജെന്റ്സ് ബ്യൂട്ടി സലൂൺ മിനി സിവിൽ സ്റ്റേഷന് സമീപമുള്ള SN ട്രസ്റ്റ് ബിൽഡിംഗിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. SN ട്രസ്റ്റ് ചെയർമാൻ രാജൻ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. സീരിയൽ താരങ്ങളായ ജിത്തു വേണുഗോപാൽ, ഷാരിക മേനോൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരുന്നു. ഷിബു ടുലിപ്സ് സലിൽ രാജ്, സിന്ധു സലിൽ രാജ്, വർഗീസ് കാളൻ നെല്ലായി, ടുലിപ്സ് ജനറൽ മാനേജർ രഹ്ന എന്നിവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ട്രെൻഡി ഹെയർ ഫാഷനുമായി ടുലിപ്സ് SN ട്രസ്റ്റ് ബിൽഡിംഗ് മിനി സിവിൽ സ്റ്റേഷന് സമീപം കൊടകര. ഫോൺ 7592830012. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി മോനോടി റോഡിലുള്ള കലുങ്കു പാലങ്ങൾ പുനർനിർമ്മിക്കണമെന്ന് ആവശ്യമുയരുന്നു. സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഈ റോഡിലെ കലുങ്കുപാലങ്ങൾ മിക്കതും കാലപ്പഴക്കം മൂലം ദുർബലമായിട്ടുണ്ട്. കോടാലി വെള്ളിക്കുളങ്ങര റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതും കടമ്പോട് മാങ്കുറ്റിപ്പാടം വഴിയാണ്. മാങ്കുറ്റിപ്പാടം മുതൽ കടമ്പോട് പുളിന്തറ വരെയുള്ള ഭാഗത്താണ് ചെറിയ കലുങ്കുപാലങ്ങളുള്ളത്. ഇവയിൽ പലതിനും 40 വർഷത്തോളം പഴക്കമുണ്ട്. പാലങ്ങളുടെ ഇരുവശത്തുമായി നിർമ്മിച്ചിട്ടുള്ള കരിങ്കൽ കെട്ട് ഇടിഞ്ഞ് നാശോന്മുഖമായ അവസ്ഥയിലാണ്. റോഡിന്റെ വീതിക്കനുസരിച്ച് പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന ചടങ്ങുകൾ ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ വർഗീസ് രായപ്പൻ, പോൾസൺ തേറാട്ടിൽ, ബിജു ആലപ്പാടൻ, ജനറൽ കൺവീനർ ലിജു ചെറിയത്ത് എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 26-നാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. CITU നിയന്ത്രണത്തിലുള്ള അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ കൊടകര അഡീഷണൽ പ്രൊജക്ട് കൺവെൻഷൻ കൊടകരയിൽ സംഘടിപ്പിച്ചു. CITU കൊടകര ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PA അനിത അധ്യക്ഷത വഹിച്ചു. PC ഉമേഷ്, MK മോഹനൻ, UG വാസന്തി, EC ഗ്രിഷ എന്നിവർ പ്രസംഗിച്ചു. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള 6 ഗഡു ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കണമെന്നും
മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മറ്റത്തൂർ ബ്രാഞ്ച് വാർഷിക പൊതുയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുന്നതിനും ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും KPSTA പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം പ്രവീൺ M. കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. PU രാഹുൽ അധ്യക്ഷനായിരുന്നു. ED ശശി, T. വിൻസി പോൾ, P. ഷീബ, CV സ്മിത, രേഷ്മ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയ KPSTA മറ്റത്തൂർ ബ്രാഞ്ച് ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. P. ബിജു വർഗീസിനെ പ്രസിഡന്റായും ആൻഡ്രു ജോസഫ് സെക്രട്ടറിയായും AA അശ്വതിയെ ട്രഷററായും തിരഞ്ഞെടുത്തു. സഹജീവി സ്നേഹം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കുമുണ്ടെന്ന പ്രമേയവുമായി എത്തിയ ഹ്രസ്വചിത്രം ലുഡോസ് ഹാർട്ട് ശ്രദ്ധേയമാകുന്നു. ലൂഡോ എന്ന വളർത്തുനായയുടെ കഥയാണ് ഈ ഹസ്രചിത്രത്തിലൂടെ പറയുന്നത്. സമ്പന്ന കുടുംബത്തിലെ വളർത്തുനായയായ ലൂഡോ ആ വീട്ടിലെ കുട്ടി ഉപേക്ഷിച്ച് കളയുന്ന ബിസ്ക്കറ്റ് പാക്കറ്റ് മതിലിനപ്പുറത്തെ വിശന്നിരിക്കുന്ന തെരുവ് നായ്ക്ക് നൽകുന്നതാണ് കഥ. മിണ്ടാപ്രാണികളുടെ വികാരങ്ങളെ വളരെ ഹൃദ്യമായി ആവിഷ്കരിക്കുകയാണ് ഈ ഹസ്രചിത്രത്തിലൂടെ. ലൂഡോയുടെ വലിയ മനസ്സിനെ ക്യാമറയിൽ ഒപ്പിയെടുക്കുവാൻ ഡോഗ് ട്രെയിനേഴ്സായ MR അജിത്തും TR സ്നേഹലതയും സഹായിച്ചു. സുധീഷ് ശിവശങ്കരനാണ് ചിത്രത്തിൻ്റെ രചയിതാവും സംവിധായകനും. ധനേഷ് ഹരിദാസും അനുമോദ് മാധവനും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്യാമറ വിപിൻ ദേവും, എഡിറ്റിംഗ് ഫ്രാങ്ക്ലിൻ ഷാജിയും, സംഗീത സംവിധാനം M. വിജയനുമാണ് നിർവഹിച്ചിരുന്നത്. യൂട്യൂബിൽ റിലീസ് ചെയ്തതു മുതൽ ഈ കൊച്ചു ചിത്രത്തിന് പ്രേക്ഷക പിന്തുണ ഏറുകയാണ്. മുൻ കേന്ദ്രമന്ത്രി മനേക ഗാന്ധിയും ചിത്രത്തിൻ്റെ പ്രമേയത്തെ അഭിനന്ദിച്ചിരുന്നു. പാലാഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരജ്യോതി ആഘോഷങ്ങൾ സമാപിച്ചു. ആറാട്ട് ദിനത്തിൽ രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ നടത്തി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ കൊടിക്കൽപ്പറ ശീവേലിയും ഉണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം നടന്ന മകരജ്യോതി ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നു. വെള്ളിയാഴ്ച 3 മുറി പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ 12 വരെയാണ് പരിപാടി. വയോജനങ്ങൾക്ക് സർക്കാർ മാനദണ്ഡ പ്രകാരം വാക്കർ, വീൽചെയർ, ഹിയറിംഗ് എയ്ഡ് എന്നിവയാണ് നൽകുന്നത്. ഉപകരണങ്ങൾ ആവശ്യമുള്ള ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും പങ്കെടുക്കാം. ക്യാമ്പിൽ പങ്കെടുക്കുന്ന വയോജനങ്ങൾ നിർബന്ധമായും ആധാർ, റേഷൻ കാർഡ് എന്നിവയുടെ കോപ്പിയുമായി എത്തണം. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർ ക്യാമ്പിൽ ഹാജരാകുമ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടതാണ്. കാലാവസ്ഥ. ഇന്ന് കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. വെണ്ടൂർ പുതുശ്ശേരി പരേതനായ ദാമോദരൻ ഭാര്യ തങ്കമ്മു അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാന്ത, സത്യൻ, മോഹൻദാസ്, രാജേന്ദ്രൻ, മുരളീധരൻ, പ്രീതി എന്നിവർ മക്കളും. കുട്ടൻ, സജിത, രഞ്ജിനി, ശാലിത, ശ്രീജിന, അശോകൻ എന്നിവർ മരുമക്കളുമാണ്. തൃക്കൂർ SMS റോഡ് വൈലപ്പിള്ളി മണി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുലോചനയാണ് ഭാര്യ. ഷാജൻ, ഓമന, സിമി എന്നിവർ മക്കളും. അർജുനൻ, രാജി, സുഭാഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഗുരുവായൂരിലും തൃപ്രയാറിലും സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. കൊടകര കൃഷ്ണൻകോട്ട സംസ്ഥാന പാതയിലെ ആളൂർ റെയിൽവേ മേൽപ്പാലത്തിനു സമീപം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. റോഡിലെ അശാസ്ത്രീയമായ വളവുകളും വാഹനങ്ങളുടെ അമിത വേഗവുമാണ് അപകടങ്ങൾ സൃഷ്ടിക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിൽ തെരുവു നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 104ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായുള്ള സന്നദ്ധ പ്രവർത്തകർക്കുള്ള ത്രിദിന പരിശീലന പരിപാടി കല്ലൂർ നായരങ്ങാടിയിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ തിരുനാളും ലില്ലി എഴുന്നള്ളിപ്പും ഈ മാസം 20 മുതൽ 22 വരെ വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി മോനോടി റോഡിലുള്ള കലുങ്കുപാലങ്ങൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്നു.
പാലങ്ങളുടെ ഇരുവശത്തുമായി നിർമ്മിച്ചിട്ടുള്ള കരിങ്കൽ കെട്ട് ഇടിഞ്ഞ് നാശോന്മുഖമായ അവസ്ഥയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.